ഹലോ ഓൾ, ഞാൻ കുറച്ച് തിരക്കിലാട്ടോ. ഞങ്ങളേ ഇപ്പോൾ സമയം നോക്കി 5:38 രാവിലെയാണേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യം നല്ല പ്രാന്തമുള്ളവരാ. അപ്പോൾ ഇന്ന് നേരത്തെ ഉറക്കത്തിൽ നിന്ന് അറിയാണ്ട് എണീറ്റ് പോയി. പിന്നെ വി തോട്ട് ഓഫ് ഡൂയിങ് സംതിങ് ഗുഡ്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു നമുക്ക് പുറത്തെവിടെയിൽ പോയി ഫുഡ് കഴിക്കാമെന്ന്. പക്ഷെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തെവിടെയിൽ പോയി കഴിക്കുന്നത് ഒരു നോർമൽ കാര്യമല്ലേ. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ നിന്ന് എന്തെങ്കിലും തട്ടിക്കൂട്ടി ഉണ്ടാക്കി പോയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോയിരുന്ന് കഴിക്കാൻ വിചാരിച്ചു. പിന്നെ കോതങ്കൽ ജീവിക്കണവർക്കറിയാം നമുക്ക് ഇവിടെ അത്യാവശ്യം പച്ചപ്പും ഹരിതാഭയും ഒക്കെ ഉള്ളതാണ്. സോ ഞങ്ങൾ അതിലൊരു ഡെസ്റ്റിനേഷൻ ചൂസ് ചെയ്തു. എന്നിട്ട് അവിടെ പോയിരുന്നിട്ട് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. പാക്ക് ചെയ്തിട്ട് ആക്ച്വലി ഞാൻ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ചല്ല, പിന്നെ ഐ തോട്ട് ലൈക്ക് ഓക്കെ ചെയ്യാം എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം കേട്ടോ. യെസ് 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 പോണം. അപ്പോൾ നമുക്ക് കിച്ചണിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കാനല്ലേ, സെറ്റ് ആക്കിയിട്ടാ. കിച്ചണിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാനുണ്ട്. പോയിട്ട് വരാം, ബൈ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഏറെക്കുറെ സെറ്റാക്കി വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു എവിടെ പോകണമെന്ന്. അങ്ങനെ ഞങ്ങൾ നാടുകാണി പോകണോ അയ്യപ്പൻമുടി പോകണോ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ നാടുകാണി കുറച്ചും കൂടെ പീക്കി കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ മാറ്റി നേരെ അയ്യപ്പൻമുടി പിടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അയ്യപ്പൻമുടി എത്തി. അവിടെ ചെന്നപ്പോൾ തന്നെ 1-2 വണ്ടികളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഒട്ടും സമയം കളഞ്ഞില്ല, കയറി തുടങ്ങി. അങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേയും ഒരു പട്ടിക്കുട്ടൻ അവിടെ ഇരിക്കുന്നുണ്ട്. അവളാണെങ്കിൽ പട്ടിക്കുട്ടനൊക്കെ കുറേ നേരം നോക്കി. അവനും പെട്ടെന്ന് അതിലൊക്കെ കമ്പനിയൊക്കെ ആയി വാലൊക്കെ ഇട്ടാട്ടി. പിന്നെ പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ, സ്കൈ വാസ് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ നമ്മൾ അയ്യപ്പൻമുടി എത്തി. അപ്പോൾ ഈ കാണുന്നതാണ് ബേസിക്കലി അയ്യപ്പൻമുടി. നേരെ മേളിൽ അയ്യപ്പൻ്റെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. നല്ല വ്യൂ ആണ്. എന്താ ഗൈസ്, മൂൺ ഇതുവരെയായിട്ടും പോയിട്ടില്ല. നമ്മൾ അത്രയും നേരത്തെയാണ്. പക്ഷേ സൺ ഒരു സൈഡിൽ നിന്ന് റൈസ് ആയി തുടങ്ങുന്നുണ്ട്. അങ്ങനെ ഞാനങ്ങനെ പയ്യെ കയറി തുടങ്ങുമ്പോൾ തന്നെ അയ്യപ്പൻമുടി ഓടി തുടങ്ങിയായിരുന്നു. അവളവിടെ എത്തിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ഭയങ്കര തുള്ളിച്ചാട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഏതായാലും ഞങ്ങൾ പയ്യെ ഇങ്ങനെ കയറി തുടങ്ങി. കുറച്ച് ആളുകളൊക്കെ അതിനു മുമ്പേ കയറി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. Hello beautiful people, welcome and welcome back to our YouTube channel. This is me Farita and this is me Hanish from Ayyappamudi. കയറി തുടങ്ങിയപ്പോൾ ഒരാളും കൂടെ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരിവിടുത്തെ കാവൽക്കാരെന്നാണ് തോന്നുന്നത്. പിന്നെ പട്ടികളോടും പൂച്ചകളോടും പണ്ടേ ഒരു കണക്ഷനുള്ളതുകൊണ്ട് അവനോട് കമ്പനിയാണെന്ന് വിചാരിച്ച് ചെന്നപ്പോഴേക്കും അവൻ പേടിച്ച് ഓടിപ്പോയി. രാവിലെ ശീലമില്ലാതെ നേരത്തെ എണീറ്റൻ്റെ മടിയും ഓൾറെഡി ഉള്ള തണുപ്പിൻ്റെയും എല്ലാം കൂടെ കൂട്ടി നല്ല മടിയുണ്ടായിരുന്നു. പയ്യെ കയറി തുടങ്ങിയപ്പോൾ ആ മടിയെല്ലാം അങ്ങ് വിട്ടുപോയി കേട്ടോ. കുറച്ചും കൂടെ കയറി കഴിഞ്ഞാൽ നമ്മളിതേ ആ കാണുന്ന അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ അവിടെ എത്തും. ബാഗെല്ലാം അവളെ കൊണ്ട് ചുമപ്പിച്ചെന്നുള്ള പരാതിയും പറഞ്ഞ് എൻ്റെ കയ്യിൽ ബാഗും എല്ലാം എടുത്ത് നടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഒട്ടും സമയം കളഞ്ഞില്ല, ബാഗെല്ലാം തൂക്കി പിടിച്ച് കയറി തുടങ്ങി. ആൻഡ് ഫൈനലി നമ്മൾ അയ്യപ്പൻമുടി എത്തി. നമ്മളെത്തിയപ്പോൾ തന്നെ അവിടെ മുമ്പ് കയറിയ പാർട്ടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊരു സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടിങ്ങിന് വന്നവരായിരുന്നു തോന്നുന്നു. അവരെ അവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് സണ്ണും വരുന്നത് നോക്കിയിരിക്കുകയാണ്. ഞങ്ങളും സണ്ണിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സണ്ണും വരുന്നത് നോക്കി അങ്ങനെ ഇരുന്നു. ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഓരോ പാട്ടൊക്കെ വെച്ച് പാട്ടൊക്കെ കേട്ട് ഓരോ കാര്യങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരുന്നു. അവളും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു അവിടെ. ആൻഡ് ഫൈനലി നമ്മൾ വെയിറ്റ് ചെയ്ത ആൾ വന്നു കേട്ടോ. നമ്മൾ സൂര്യൻ ചേട്ടൻ പയ്യെ തല പൊക്കി തുടങ്ങി. സൺലൈറ്റ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ വിശപ്പിൻ്റെ വിളി വന്നു. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള മൂഡിലായി. നമ്മളിവിടുന്ന് രാവിലെ പാക്ക് ചെയ്ത് കൊണ്ടുവരുന്ന ബ്രെഡ് ഓംലേറ്റ് ആയിരുന്നു. അങ്ങനെ അതെല്ലാം നമ്മളൊരു ബൗളിൽ എടുത്തു വെച്ച് കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നതാണ്. അതിൻ്റെ കൂടെ നമ്മളൊരു ഫ്ലാസ്കിനകത്ത് കുറച്ച് കട്ടനും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം ഗ്ലാസ്സിലൊഴിച്ച് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി എല്ലാം റെഡിയാക്കി വെച്ചു. ആ ഒരു സൺറൈസും പച്ചപ്പും അങ്ങനെ ആ ഒരു പീക്കിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നൊരു സുഖം, വാവ്, ദാറ്റ്സ് എ ഗ്രേറ്റ് ഫീലിംഗ്. നമ്മളെന്നും ഈ അടച്ചിട്ട 4 ചുമരിൻ്റെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെയല്ല, ഈ ഒരു ഓപ്പൺ എയറിലിരുന്ന് സ്കൈ നോക്കി നമ്മൾ സൺറൈസ് ചെയ്തിരിക്കുന്ന സണ്ണിനെ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അത് വല്ലാത്തൊരു ഫീലാണ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ആകുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരിക്കും. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചും കൊണ്ട് അങ്ങനെ ഇരുന്നു. ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ വരാറുള്ളതാണ്. നമ്മൾ ആ ഒരു ബിസി ലൈഫിൽ നിന്നൊക്കെ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനും ഈ ഒരു ആംബിയൻസും ഒരുപാട് സംസാരിച്ചിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. പിന്നെ അവിടുന്ന് ഓരോ ആംഗിളിൽ നിന്നും ഓരോ സ്റ്റൈലിലും ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു തുടങ്ങി.
ഓരോ സൈഡും വളരെ ബെറ്റർ ആയിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു സൺ കിസ്ഡ് ഫീല്, ആ ഒരു സൺലൈറ്റ് നമ്മളെ മുഖത്തടിക്കുമ്പോൾ വല്ലാത്തൊരു ഗ്ലോ ആണ്. അവിടുന്ന് പിന്നെയും അവൾ എന്നെ ഒന്നും കൂടെ പ്രപ്പോസ് ചെയ്തു കേട്ടോ, ഫോർ ദ 1000th ടൈം ഐ തിങ്ക്. സൂര്യനെ വരവേൽക്കാനായി നോക്കി നിൽക്കുന്ന ആ ചെമ്പകച്ചെടികളാണ് ഇവിടെ ഒന്നും കൂടെ ഭംഗിയേകുന്നത്. ചെമ്പകച്ചെടികളാൽ ചുറ്റപ്പെട്ട തലയെടുപ്പോടെ നിൽക്കുന്ന അയ്യപ്പസ്വാമി ക്ഷേത്രം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എത്ര നേരം ഇവിടെ ചെലവഴിച്ചാലും നമുക്ക് മതി വരത്തില്ല, കാരണം അത്രയോളം ഭംഗിയാണ് ഇവിടുത്തെ ഈ പ്രകൃതി. നമ്മുടെ രാവിലത്തെ ഭ്രാന്ത് ഏറെക്കുറെ തീർന്നു. നല്ല വെയിലുണ്ട്, അത്യാവശ്യം നന്നായിട്ട് വൈറ്റമിൻ ഡി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എന്നിട്ട് നമ്മുടെ പാലക്കാടൊക്കെ കാണുന്ന വീഡിയോസിൽ ഈ പുറത്ത് ഓംലെറ്റ് പൊരിക്കുന്നതൊക്കെ ഏറെക്കുറെ അതേ അവസ്ഥയിലായിട്ടുണ്ട് ഞങ്ങള്. പക്ഷെ നമ്മൾ രാവിലെ വന്നപ്പോ നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ, നല്ല തണുപ്പും നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു. ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോകണം, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയാണ്. എനിക്ക് വീഡിയോയിൽ എടുക്കാൻ പറ്റുള്ള നല്ല വെയിലുണ്ട്, കണ്ണിലേക്ക് തന്നെയാണ് വെയിലടിക്കുന്നത്. സോ ഒരുപാട് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാനില്ല ഗൈസ്. ഇത് അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കേട്ടോ. ഞങ്ങളുടെ ഞങ്ങൾക്ക് അധികം സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊന്ന് മാറി ടൗണിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു സ്ഥലമാണിത്. ഇതുപോലെ തന്നെ ഇവിടെ കുറച്ച് സ്ഥലങ്ങളും കൂടി ഉണ്ട്. കോതമംഗലംകാർക്ക് വളരെ അടുത്തറിയാവുന്ന സ്ഥലങ്ങളാണിത്. ഇവിടെ അതുപോലെ നാടുകാണി പക്ഷെ കുറച്ചും കൂടെ ഹൈറ്റ് കൂടുതലാണ്, നടക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവരൊക്കെ കം ഡു വിസിറ്റ് ഹിയർ. അടിപൊളിയാണ്. മാത്രമല്ല ഇവിടെ ഒരു അമ്പലം കൂടെ ഉണ്ട് തൊട്ടടുത്ത്, അപ്പൊ അത് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വരാവുന്നവർക്ക് അങ്ങനെ വരാവുന്നതാണ്. അതല്ലാണ്ട് ഇവിടെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. സോ അങ്ങനെ വരാവുന്നതാണ്, കപ്പിളായിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ. ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം വെയിലില്ലാത്ത സമയത്ത് നോക്കി വരണം, അല്ലെങ്കിൽ ഇതുപോലെയാകും. സോ ഏറെക്കുറെ നമുക്ക് ഗുഡ് ബൈ പറയാം ഇന്നത്തേക്ക്. So with this is me Farida and this is me Hanish signing off. Bye.